നമസ്കാരം. BJP അതിൻ്റെ തനി സ്വഭാവം വീണ്ടും പുറത്തു വരികയാണ്. ഇന്ന് നമ്മുടെ PC-യുടെ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ചില കള്ളക്കളികളില്ലേ എന്നാണ് എൻ്റെ സംശയം. ഇത് PC കരുതി കൂട്ടിയിട്ട് PC ജോർജിനെ എല്ലാവർക്കും അറിയാം, നല്ല കുറുക്കനാണ്. അദ്ദേഹത്തിന് BJP നേതാക്കൾ ഫണ്ട് ചെലവഴിക്കാതെ അടിച്ചു മാറ്റിയത് നേരിട്ട് ആരോപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇനി BJP ആയിട്ട് തെറ്റിയാൽ ഇടതുപക്ഷവും എടുക്കില്ല, വലതുപക്ഷവും എടുക്കില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയും വേണം, ഈ പണം കട്ടവരെ കുറിച്ച് പറയുകയും വേണം. അതിന് അദ്ദേഹം കണ്ടെത്തിയൊരു ഉപായമാണ് ഏതോ ഒരു അനുയായിയെ കൊണ്ട് മുന്നിൽ വെച്ച് രഹസ്യ ക്യാമറയിൽ പറയുന്നത് പകർത്തുന്നതായിട്ട് ആ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ആ സംഭവം പുറത്തുവിടാൻ. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. അത് ഓരോന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാവും. നമുക്ക് കൃത്യമായിട്ട് മുന്നിൽ നോക്കണേ, 40 ലക്ഷം ഉറുപ്പിക ചെലവഴിക്കാൻ പാടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാർ, BJP-യുടെ കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് വഴിവിട്ട് ഹവാല വഴി കൊടുത്തയച്ച അക്കൗണ്ട് വഴിയല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർത്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം കൊടുത്തയച്ച ഫണ്ടാണ് 4.5 കോടി. ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ വിലക്കെടുത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഇവിടെ 4.5 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴക്കൂട്ടത്തും കൊടുത്തിരിക്കണം, അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ അവരുടെ സീറ്റിൽ കൊടുത്തിരിക്കണം, അതേപോലെ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തിരിക്കണം, എല്ലാവർക്കും ഇതേപോലെ പൈസ കൊടുത്തിരിക്കണം. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ജോർജേട്ടൻ ഏറ്റവും ദേഷ്യവും ഈ സജി കുര്യാക്കോടിനാണ്. അപ്പോൾ സജി കുര്യാക്കോടിന് BJP-യിൽ പിടിപാടുള്ളത് കൊണ്ട് നടപടിയെടുക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞ് മടുത്തപ്പോൾ ഇനി നാട്ടുകാരറിയണം. അപ്പോൾ പരസ്യമായി പറഞ്ഞാൽ BJP-ന്ന് പുറത്താവും. അപ്പോൾ അങ്ങേര് കണ്ടുപിടിച്ച ഒരു വിധിയാണ് ഈ മീറ്റിങ്ങിൽ വെച്ച് പറയുകയും ആരെക്കൊണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യിച്ചിട്ട് അത് പുറത്ത് വിടുക. അപ്പോൾ സജി കുര്യാക്കോടിൻ്റെ കാര്യം ഏകദേശം ജനങ്ങളിടയിലേക്ക് പുറത്ത് വിട്ട ആൾ കള്ളനാണ്, പൈസ അടിച്ചെടുത്തു, 31,500 രൂപ വീതം ബൂത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുത്തില്ല. ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ച് പറയണം. അത്രയേ ജോർജേട്ടൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി ഇപ്പോൾ നോക്കണം, അദ്ദേഹം തന്നെ പറയുന്നത് സ്ഥാനാർത്ഥി 4,45 ലക്ഷം ഉറുപ്പിക ചെലവാക്കിയതായിട്ട് സജി പറഞ്ഞു വന്നു. അപ്പോൾ ഈ 4,45,00,000, അതായത് ഇത്രയും പൈസ ജോർജിന് അവിടെ എത്തിയിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. അത് സ്ഥാനാർത്ഥിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഇടപാട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്ന് അന്വേഷിക്കേണ്ടേ, തെളിവുകൾ ശേഖരിക്കേണ്ടേ? ഒരു അനക്കവും ഉണ്ടാവാൻ പോകുന്നില്ല. BJP കട്ടാൽ, BJP ഇത്തരത്തിലുള്ള ഇടപാട് നടത്തിയാൽ അന്വേഷണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അതേപോലെ തന്നെ ഇതേക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടില്ല. ഇനി നമുക്ക് ബാക്കി. എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുര്യാക്കോട് 5 പൈസ പോലും കക്കുവ മൂട്ടുക ചെയ്യുന്ന ആളല്ല, വളരെ മാന്യനാണ്. പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇതാണ് സത്യം. സജി കുര്യാക്കോടിന് നല്ല സർട്ടിഫിക്കറ്റ് ശരിയല്ല. അങ്ങേര് തന്നെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയൊരു ഏർപ്പാടാണ് BJP-യുടെ കള്ളത്തരത്തെക്കുറിച്ച്. ഈ മാതിരി തട്ടിപ്പ് കേന്ദ്ര കമ്മിറ്റി കൊടുത്തയച്ച കൊടി വിറ്റ് പൈസ ആക്കിയ ആളുകളാണ്. കൊടിയും തൊപ്പിയും കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ കിട്ടിയത് ഇവിടുന്ന് പൈസക്ക് വിറ്റിട്ട് കാശാക്കുന്ന ആളുകളാണ്. വിറ്റ് കാശുണ്ടാക്കുകയാണ്. എന്തൊക്കെ സമ്പാദ്യം! ആർത്തിയോട് കൂടിയിട്ട് ലോണുകൾ ക്ലോസ് ചെയ്യുന്നു, അതേപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുന്നു, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, ആസ്തികൾ വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാർ വ്യാപകമായിക്കൊണ്ട് സാമ്പത്തിക വർധനവ്, അഭൂതപൂർവമായ സാമ്പത്തിക വർധനവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോൽക്കുന്ന 3ാം ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ ഇടിയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ജോർജ് വിളിച്ചു പറയുന്നത് ജോർജിന് കിട്ടേണ്ട പൈസ മറ്റൊരുത്തനെ അടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതൊന്ന് നാട്ടുകാരോട് പറയണം. അതിന് അദ്ദേഹം കണ്ടെത്തിയൊരു ഉപായമാണ് ഒരാളെ കൊണ്ട് സ്വകാര്യ വീഡിയോ എടുപ്പിച്ചിട്ട് പുറത്തു വിടണം. ഇമ്മാതിരി നാടകമൊന്നും ജോർജേട്ടാ വേണ്ട, ജനങ്ങൾക്കും തിരിയും. ഇതൊരു വലിയ നാടകമായിപ്പോയി. പിന്നെ അങ്ങ് ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും കാർ BJP-യുടെ കാശ് കൊണ്ട് കാർ മേടിച്ചാൽ കാർ ഇടിച്ചു പോകും. ഞാൻ പറഞ്ഞേക്കാം, മോട്ടിച്ചൊക്കെ തക്കും. ദൈവം തന്നെ ഞാനാ
BJPയുടെ പൈസക്ക് കാറ് വാങ്ങി അത് പോയി ഇടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം BJPയുടെ പൈസ കട്ട പൈസയാണ്. നിങ്ങൾ കട്ട് കൊണ്ടുവരുന്ന പൈസയാണ്, രാജ്യത്തിനെ വിറ്റുണ്ടാക്കുന്ന പൈസയാണ്. ആ പൈസയാണ് നിങ്ങൾ കള്ളപ്പണമായിട്ട് നാട്ടിൽ കൊടുക്കുന്നത്. അത് കണ്ട് ആരെങ്കിലും കാറ് വാങ്ങി ഇടിക്കുമെന്ന് ജോർജ് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, സാധ്യത കൂടുതലാണ്. അമ്മാതിരി പൈസയല്ലേ എടുത്ത് അടിക്കുന്നത്. ഇത് വളരെ മോശമാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്ന പണിയാണോ? നിങ്ങൾ ഒരു ഭാഗത്ത് ആശയം പറയുക, മറുഭാഗത്ത് മറ്റൊരു മുദ്രാവാക്യം. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒന്നടങ്കം രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ രാജ്യത്തിൻ്റെ ദേശീയ സമരത്തെ ഒറ്റുകൊടുക്കുക, അതിന് വിഭാഗീയത ഉണ്ടാക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം ഞങ്ങളാണ് അതിൻ്റെ ആൾ എന്ന് പറയുക. അപ്പോൾ ഈ മാതിരി ഏർപ്പാടുകളൊക്കെ തന്നെ കുറേയൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയും. മഹാത്മജിയുടെ മരണത്തിലൊക്കെ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്ത ഉള്ള ആളുകളാണ് നിങ്ങൾ. അതൊക്കെ തന്നെ നിങ്ങൾ പല ഘട്ടത്തിലും നിങ്ങൾ കോടതിയിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടിരിക്കും, നിങ്ങൾ തെളിവുകളുടെ അഭാവത്തിലോ മറ്റോ ഒക്കെ രക്ഷപ്പെട്ടിരിക്കും. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി നിങ്ങൾ കുത്തിവെച്ച തീവ്ര ആശയങ്ങളാണ് അതിലൊക്കെ കാരണമായത്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ നല്ല പുള്ളികൾ ചമയണ്ട. നിങ്ങളുടെ തട്ടിപ്പ് ജോർജ് ഏട്ടൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അത് നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളൊരു നല്ല കാര്യം അദ്ദേഹം ചെയ്തു. വെളിച്ചത്ത് കൂടുതൽ പറയാത്തത് രണ്ട് മുന്നണി എടുക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ജോർജ് ഏട്ടൻ തികച്ച് പറയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിളച്ചിൽ വേണ്ട. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും EDക്കും അല്പ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തണം. ഈ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയ സീറ്റുകളൊക്കെ പണം കൊണ്ട് വോട്ട് വാങ്ങിയോ എന്ന് പരിശോധിക്കണം. ഒരു ബൂത്തിൽ 33,000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ വോട്ടിന് വില കൊടുത്ത് വാങ്ങാനുള്ള പൈസയാണ്. 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ്. സാധാരണ സ്ഥാനാർത്ഥികളൊക്കെ 40 ലക്ഷം ചിലവഴിക്കുമ്പോൾ അതിൻ്റെ എത്രയോ 10ഉം 15ഉം ഇരട്ടി ചിലവഴിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തെ തകർക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ ബഹുമാനപ്പെട്ട EDയുടെ ഉദ്യോഗസ്ഥരോടും അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാനുള്ളത് അന്വേഷണം നടത്തണം. ഒരു പരാതി നാളെ ഞാനും ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. നന്ദി, നമസ്കാരം.